കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ഈ പുതിയ പ്രഭാതത്തിൽ പുത്തൻ സന്ദേശവുമായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ്. കഴിഞ്ഞ രാത്രി കർത്താവ് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ പ്രായത്തിൽ കൂടിയവരും കുറഞ്ഞവരും നമ്മുടെ സമശിഷ്ടങ്ങൾ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പലരും നിത്യരോഗികളായി കഴിയുന്നു. എങ്കിലും പ്രതിസന്ധികളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും നടുവിൽ ക്ഷീണിച്ചും തകർന്നും മരണപ്പെട്ടും പോകാതെ ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം നൽകിയിരിക്കുകയാണ്. ഈ രാവിലെ ഗ്രേസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ജോലി, ആരോഗ്യം, നിങ്ങളുടെ ആത്മീയ മേഖലകൾ, ഭൗതിക മണ്ഡലങ്ങൾ എല്ലാം കർത്താവിനാൽ വർദ്ധിച്ചു വരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയിക്കുന്ന സകല പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കഴിഞ്ഞ നാളുകളിൽ ലഭിച്ചത് സാക്ഷ്യം കേൾക്കാൻ കർത്താവ് അവസരം നൽകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും വിലയേറിയതാണ്. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ വരെ കൊണ്ടുവന്ന കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനാ മുറിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ തന്ന ദൈവിക ദൂത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 30-ാമത്തെ വാക്യം കൂടെ ചേർത്ത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ചും തളർന്നും പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം! കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ബലപ്പെടുത്തുന്ന കർത്താവിനെ കുറിച്ച് ചിന്തിച്ചു വരികയാണ്. നമ്മളെ ബലപ്പെടുത്തുന്ന കർത്താവ്. മനുഷ്യൻ നമ്മളെ ബലപ്പെടുത്തത്തില്ല, നമ്മളെ അസ്വസ്ഥപ്പെടുത്തും. നമ്മുടെ ബലം ക്ഷയിപ്പിക്കും. വാക്കുകൊണ്ട് നമ്മുടെ ബലം ക്ഷയിപ്പിക്കും, പ്രവൃത്തി കൊണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കും, പ്രാർത്ഥനയും നമ്മളെ അകറ്റിക്കളയും, സ്വസ്ഥതയും നമ്മളെ അസ്വസ്ഥരാക്കും, നിരാശപ്പെടുത്തും, കരയിപ്പിക്കും. നമ്മുടെ ജീവിതം പോലും നമുക്ക് വെറുപ്പാക്കത്തക്ക നിലയിൽ മനുഷ്യർ നമ്മളെ നശിപ്പിച്ചു കളയും. പക്ഷേ നമ്മുടെ കർത്താവ് അങ്ങനല്ല. കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്ന. ഞാൻ ഈ ദിവസങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത് അതുതന്നെയാണല്ലോ. കർത്താവിൻ്റെ ദാസനായ പൗലോസിൻ്റെ വാക്ക്, ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും എന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ആ വാക്യത്തിൻ്റെ ബാക്കി ഭാഗമായി ഈ വാക്യത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന ആ ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആരാണ് ശക്തിയെ പുതുക്കുന്നത്? ആർക്കാണ് ശക്തി കിട്ടുന്നത്? ഇവിടുത്തെ ഏതെങ്കിലും മെഡിസിൻ കഴിച്ചത് കൊണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും ഫുഡ് കഴിച്ചത് കൊണ്ടുള്ള ശക്തിയല്ല. പണത്തിൻ്റെ ശക്തി, കുടുംബക്കാരുടെ ശക്തി, അപ്പന്മാരുടെ ശക്തി, നോ, ഇതൊന്നുമല്ല. ദൈവശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാ നന്മകളും അനുഭവിക്കാൻ ഇടവരുന്നത്. എന്ത് ചെയ്യണം? യഹോവയെ കാത്തിരിക്കണം, യേശുവിനെ കാത്തിരിക്കണം, ദൈവത്തെ കാത്തിരിക്കണം. ദൈവത്തെ കാത്തിരുന്നാൽ അവിടെ വായിക്കുക, പ്രവാചകൻ പറയുക, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് എന്ത് ചെയ്യും? ഉയരും. നമുക്കറിയാം, കഴുകൻ ഏറ്റവും കൂടുതൽ വേഗതയിൽ ഉയരങ്ങളിൽ പറക്കുന്നതാണ് കഴുകൻ. കഴുകൻ കാക്കയേക്കാൾ, പ്രാവിനേക്കാൾ, മറ്റ് പക്ഷികളെക്കാൾ അതിവേഗതയിൽ മേഘങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക് പറന്നു കയറുന്നതാണ് കഴുകൻ. കഴുകൻ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ ചെല്ലും, അതേപോലെ താഴേക്ക് പറന്നിറങ്ങും, പിന്നെയും കയറും. കഴുകൻ്റെ ചിറകെന്ന് പറയുന്നത് ശക്തിയുള്ളതാണ്. അന്തരീക്ഷത്തിലെ ആകാശമേഘങ്ങളിലെ കാറ്റുകളെ, അതിൻ്റെതായ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്
വീശി പറന്നു പോകുവാൻ കഴിവുള്ളതാണ് കഴുകന്റെ ചിറകുകൾ. ഒരു ക്രിസ്തു ഭക്തൻ അങ്ങനെ ആയിരിക്കും, ഒരു ദൈവഭക്തൻ അങ്ങനെ ആകണം. അതിനുവേണ്ടി നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബലം കൊണ്ടോ, ചിലർ പറയണില്ലയോ, എനിക്ക് പണമുണ്ട്, എനിക്ക് കുടുംബശ്രേഷ്ഠതയുണ്ട്, ഞങ്ങൾ ഇന്ന കുടുംബത്തിലെ ആളാണ്, ഇന്ന വല്യപ്പച്ചൻ്റെ മക്കളാണ്, ഇല്ല തറവാടുകാരാണ്, ഞങ്ങളുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവർ പോലും മാനസാന്തരപ്പെട്ടു, ഞാൻ സകലതും ചപ്പും ചവറുമെന്ന് എണ്ണി എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ചില സാഹചര്യങ്ങളിൽ ഞാൻ ഇന്ന കുടുംബത്തിലെയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കാറില്ലേ? പക്ഷേ പ്രതിസന്ധി വരുമ്പോൾ ഇവരെല്ലാം തകർന്നു പോകുകയാണ്. എന്താ കാര്യം? അവർ സ്വയത്തിൽ ആശ്രയിക്കുന്നു, അവർ മനുഷ്യരിൽ ആശ്രയിക്കുന്നു, അവരുടെ വെല്ലുപ്പിച്ചനിൽ ആശ്രയിക്കുന്നു, അവരുടെ കൊച്ചപ്പനിൽ ആശ്രയിക്കുന്നു, അവരുടെ ഭൂമിയിൽ ആശ്രയിക്കുന്നു, അവരുടെ വാഹനങ്ങളിൽ ആശ്രയിക്കുന്നു, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലും കഴിവിലും ജോലിയിലും അവർ അയച്ചു തരുന്ന പൗണ്ടിലും ഡോളറിലും റിയാലിലും ഒക്കെ അവർ ആശ്രയിക്കുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? വലിയ തിരമാല സമമായ, വലിയ കൊടുങ്കാറ്റ് സമമായ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോൾ അവർ പതറിപ്പോകുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കടന്നു വരുന്നു. എങ്ങനെ മുമ്പോട്ട് പോകും, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യും എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നു. പലരും വഴിമാറുന്നു, സ്നേഹിച്ചവരെല്ലാം ഇട്ടിട്ടു പോകുന്നു, ഒറ്റപ്പെടലും ഏകാന്തതയും ഉണ്ടാകുന്നു. ആ സമയത്ത് മനുഷ്യരോട് മാത്രമല്ല ദൈവത്തോടും പിറുപിറുക്കുന്നു, ദൈവദാസന്മാരോടും പിറുപിറുക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ കടന്നു വരികയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ നോക്കി പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞത് ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് കൈമാറുകയാ. പഴയ നിയമത്തിൽ പ്രവാചകനായ യെശയ്യാവ് യഹോവയായ ദൈവത്തെ സാക്ഷി നിർത്തി പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചവർ ഉയരും എന്ന് പറഞ്ഞാൽ അവർക്ക് താഴ്ചയില്ല, അവർ തകരുകയില്ല, അവർ മുടിഞ്ഞു പോകുകയില്ല, അവർ പറന്നു പറന്ന് ഉയരും. എവിടെ? പ്രശ്നങ്ങൾക്ക് മീതെ, പ്രതിസന്ധികൾക്ക് മീതെ, തിരമാലകൾക്ക് മീതെ, കൊടുങ്കാറ്റുകൾക്ക് മീതെ അവർ പറന്ന് പറന്ന് ഉയരും. അങ്ങനെയെങ്കിൽ പുതിയ നിയമവിശ്വാസിയായ എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുകയാണ്, ഏത് കൊടുങ്കാറ്റും ഏത് തിരമാലയും നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചാലും ഈ പടക് അക്കരെ എത്തിക്കില്ല, അക്കരെ കാണില്ല, കര കാണിക്കില്ല, ഗതി പിടിപ്പിക്കില്ല, കൊന്നുകളയും, വെള്ളം കുടിപ്പിക്കും, നടുക്കടലിട്ട് ആമെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് നിനക്കെതിരെ നാളുകളായി, വർഷങ്ങളായി, ചില ദിവസങ്ങളായി നിന്നോടും നിന്റെ തലമുറയോടും നിന്റെ ഭർത്താവിനോടും നിന്റെ ഭാര്യയോടും വെല്ലുവിളിച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ, തലമുറയിൽ അവരുടെ ഭാവിയെ, നിങ്ങളുടെ ജോലിയെ, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാൻ നോക്കുന്ന ഏത് പ്രതിസന്ധികൾക്കും മീതെ ഒന്നുകൂടെ ഞാൻ പറയാം, അതിനു മീതെ, അതിൻ്റെ മുമ്പിലല്ല, അതിൻ്റെ മീതെ പറന്നു പോ. അതിന്റെ മീതെ പറക്കാൻ, അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്ന്. എങ്ങനെ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അതുകൊണ്ട് യെശയ്യാവ് പറയുകയാണ്, യഹോവയെ കാത്തിരിക്കുക. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ പറയട്ടെ, കർത്താവിനായി കാത്തിരിക്കുക, കർത്താവിന്റെ ശക്തിക്കായി കാത്തിരിക്കുക, കർത്താവിന്റെ കൃപയ്ക്കായി കാത്തിരിക്കുക, കർത്താവിന്റെ ബലത്തിനായി കാത്തിരിക്കുക, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. വീടിനകത്ത് പ്രാർത്ഥനാ മുറിയുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുക. ഇനി പ്രാർത്ഥനാ മുറി ഇല്ലെങ്കിൽ നിന്റെ ബെഡ്റൂമിൽ നീ മുട്ടുമടക്കുക, നിന്റെ ലിവിംഗ് റൂമിൽ മുട്ടുമടക്കുക. മക്കൾ കൂടെ ഉണ്ടെങ്കിൽ അവരെ കൂടെ പിടിച്ചിരുത്തി നീ മുട്ടുമടക്കി കരയുക. കർത്താവോട് പറ, കർത്താവേ, ഈ ഭൂമി നിൽക്കാൻ എനിക്ക് ശക്തി പോരാ, ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് ശക്തി പോരാ, ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ എനിക്ക് ഈ ശക്തി പോരാ, ഞാനൊരു പൊട്ടനാ, ഞാനൊരു പൊട്ടിയാ, എനിക്ക് കഴിവില്ല കർത്താവേ, വകതിരിവില്ല, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കാത്തിരിക്കുകയാ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കർത്താവ് എൻ്റെ കൈക്ക് പിടിക്കണം. പത്രോസിന്റെ കൈക്ക് പിടിച്ച് അവർ ഒരുമിച്ച് പടകിൽ കയറി എന്ന് സുവിശേഷത്തിൽ കാണുന്ന പോലെ മുങ്ങിപ്പോയ പത്രോസിന്റെ കൈക്ക് പിടിച്ചിട്ട് യേശുവും പത്രോസും ഒരുമിച്ച് പടകിൽ കയറിയപ്പോൾ വാക്യം ഇങ്ങനെ, ആമേ കടല് ശാന്തമായി. ചില ശാന്തമായ അന്തരീക്ഷം നിങ്ങളുടെ വീടിനകത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ നിരാശ മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ വേദന അഴിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനൊറ്റ
ഒരൊറ്റ വഴിയേ ഉള്ളൂ, കാത്തിരിക്കുക. ആരെ? കർത്താവിനെ കാത്തിരിക്കുക. യേശുവിനായി കാത്തിരിക്കുക. യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കുക. യേശുവിനായി നിന്റെ ഹൃദയം കൊടുക്കുക. കർത്താവിൽ നീ ബലപ്പെടും. അങ്ങനാണെങ്കിൽ നീ കഴുകനെ പോലെ ചിറകടിച്ചുയരും. ചിറക് അടിച്ചുയരുക മാത്രമല്ല, ആമേൻ, നീ തളർന്നു പോകാതെ നീ ഓടും. ക്ഷീണിച്ചു പോകാതെ നീ നടക്കും. ഇനിയും നടക്കേണ്ടതുണ്ട്, ഇനിയും ഓടേണ്ടതുണ്ട്. ഏലിയാവ് ചൂരച്ചവിട്ടിയുടെ ചുവട്ടിക്കിടന്ന് പറഞ്ഞു, മതി ദൈവമേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. സ്വർഗത്തിലെ ദൈവം ആടയുമായി ദൂതനെ അയച്ചിട്ട്, വെള്ളവുമായി ദൂതനെ അയച്ചിട്ട്, ഏലിയാവേ, എഴുന്നേറ്റ് തിന്ന് കുടിച്ച് ദൂരയാത്ര ചെയ്യുക. ഇനിയും നീ ഓടേണ്ടതുണ്ട്. ഇനിയും പുരോഹിതന്മാരെ, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കിടന്ന് മരിക്കാനല്ല. ഏതോ ഒരു ഇസബേൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ നിരാശപ്പെട്ട് മരിക്കാനല്ല ഞാൻ നിന്നെ വേർതിരിച്ചത്. ഹല്ലേലൂയ. നീ പറന്നുയരേണ്ടതുണ്ട്. അതിനായി നീ കാത്തിരിക്കുക. ധൈര്യമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് പറഞ്ഞ ദൂതിനായി സ്തോത്രം. ഏലിയാവിനെ പോലെ ഞങ്ങൾ ക്ഷീണിച്ച് ആ ചുരച്ചയുടെ ചുവട്ടിൽ അട്ട ചുരുണ്ട് കിടക്കുന്ന പോലെ, ഏലിയാവ് കിടന്നുപോലെ ഞങ്ങൾ കിടക്കുകയാണ്. മുമ്പോട്ട് എങ്ങനെ പോകും അറിയില്ല. ചില ഇസബേലുമാര് ഞങ്ങളെ നശിപ്പിക്കും, ഞങ്ങളുടെ ശുശ്രൂഷയെ നശിപ്പിക്കും, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും, കുടുംബജീവിതത്തെ നശിപ്പിക്കും, ഞങ്ങളുടെ ഫ്യൂച്ചറിനെ അടച്ചു കളയും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അവൻ ഉയരത്തില്ല, കാണട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ഇസബേലിന്റെ ശക്തികൾ. അതിൻ്റെ ഇടയിൽ കർത്താവിനെ കാത്തിരുന്ന് ഇനിയും ഞങ്ങൾ ഓടാൻ, ഇനിയും ഞങ്ങൾ നടക്കാൻ, ഇനിയും ഞങ്ങൾ ശക്തിപ്പെടാൻ, ഇനിയും ഞങ്ങൾ പറന്നുയരാൻ ഞങ്ങൾക്കൊരു പുതിയ ബലം വേണം കർത്താവേ, പുതിയ ശക്തി വേണം കർത്താവേ. ഇന്ന് രാവിലെ അങ്ങനെ പറഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.